ഹലോ ഗൈസ്, ഹയ്യാക്കുമുല്ലാ. നമ്മ ഇപ്പോൾ വന്നിട്ടുള്ളത് ഷാർജ അൽഷാബ് വില്ലേജിലാണ്. ഈടപ്പം നൈറ്റ് വന്നാൽ ഒരു ഫെസ്റ്റിവൽ മൂഡാണ്. പക്ഷെ നമ്മ വന്നത് ഈ ഫെസ്റ്റിവൽ മൂഡിനൊന്നുമില്ല, നമ്മ വന്ന വേറൊരു കാര്യത്തിന്. അതെ ഗൈസ്, ഈ നടക്കുന്ന രണ്ടെണ്ണത്തിന് പർദ്ദ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ നല്ല പർദ്ദ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇടയ്ക്ക് വിളിച്ചോണെന്ന്. ഈ മാരേജ് ലൈഫിൽ ഏറ്റവും ടാസ്കുള്ള സംഗതി എന്ന് ചോദിച്ചാൽ ഞാൻ പറയൂ ഓരൊക്കെ ഷോപ്പിങ്ങിന് പോകുന്നത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ലവോ, അപ്പുറത്ത് നിൽക്കുന്നവനും ഇതെന്നെ പറഞ്ഞുകൊണ്ട് വരുന്നുള്ള. അതിൻ്റെ ഉള്ളിലുള്ള ഷോപ്പിലെല്ലാം കയറിയിട്ട് തവാഫ് ചെയ്തല്ലാത്ത ഒരു സാധനം ഇഷ്ടമായിട്ട് അവൾക്ക്. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അൽഹംദുലില്ലാ അവസാനം പർദ്ദ കിട്ടി. പക്ഷേ ഇത് അൽഷാബ് വില്ലേജ് എന്നെടുത്തല്ല, നമ്മളെ സ്വന്തം റോളാന്ന് എടുത്തത്. കിട്ടിയിട്ടാകുമ്പോൾ സമാധാനമായി. അങ്ങനെ വലിയൊരു ശ്വാസം വിട്ടിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മളെ ചെക്കൻ റിസ്വാൻ. ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് ഓനെ കണ്ടത്. നമ്മളെല്ലാവരും ഒന്നിച്ചാണ് എയർ അറേബ്യയിൽ വർക്ക് ചെയ്തുകൊണ്ടായിരുന്നത്. ഏകദേശം 2 വർഷത്തോളം ഒരേ റൂമിലാണ് ഞങ്ങൾ താമസിച്ചത്. വായിച്ചിട്ട് കണ്ണാണത്തോണ്ട് തന്നെ ഓനോട് ബൈ ബൈ പറഞ്ഞിട്ട് വന്നു. ഫുഡ് കഴിക്കാൻ നേരെ പോയത് വൺ ഓഫ് ദ ബെസ്റ്റ് മന്തിയായ നെഹദി മന്തിക്കാണ്. മന്തി കണ്ടപ്പോൾ തന്നെ ഓനും ഓൻ്റെ പണി തുടങ്ങി. ഓൻ്റെ പണി ഓനെടുത്തോട്ട് നമ്മളെ പണി നമ്മൾ എടുക്കണമല്ലോ, ബിസ്മില്ലാന്നും പറഞ്ഞിട്ട് നമ്മളും തുടങ്ങി. അൽഹംദുലില്ലാ അങ്ങനെ റാഹത്തിലെ ഫുഡും കഴിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഓരോ ഷാർജയിലും വിട്ട് 2 ദിവസം ഒന്നിച്ചുണ്ടായി അവരോട് ബൈ ബൈയും പറഞ്ഞിട്ട് നമ്മ ഇറങ്ങിയായിരുന്നു. ക്രൗഡായ ഒരു പ്ലേസിൽ നിന്ന് കാമായ ഒരു പ്ലേസിലേക്ക് മൂവ് ആകുന്നതിൻ്റെ സൈനാണ് ആ കാണുന്ന ലൈറ്റ്. ഈ കാണുന്ന യെല്ലോ ലൈറ്റ് ദുബായ് ബോർഡറും വൈറ്റ് ലൈറ്റ് അബുദാബി ബോർഡറുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ.